നമസ്കാരം. ഭാരതം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ജനുവരി 26 രാജ്യത്തിൻ്റെ അഭിമാന നിമിഷമാണെങ്കിലും ചരിത്രപരമായി ഈ ദിനം വലിയ സുരക്ഷാ വെല്ലുവിളികൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1950 ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് മുതൽ ഇന്ന് വരെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന പരേഡുകൾക്കും ആഘോഷങ്ങൾക്കും തടസ്സമുണ്ടാക്കുവാൻ പാക് ഭീകര സംഘടനകളും ആഭ്യന്തര വിഘടനവാദികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ഈ ദിനത്തെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാമെന്നതാണ് ഇത്തരം ഗ്രൂപ്പുകളുടെ കണക്കുകൂട്ടൽ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ആശങ്കകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശീതയുദ്ധകാലത്തും അതിനുശേഷവും ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ ആഘോഷങ്ങളുടെ സുരക്ഷയെ ബാധിച്ചിരുന്നു. പ്രത്യേകിച്ചും കശ്മീർ വിഷയം മുൻനിർത്തി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ റിപ്പബ്ലിക് ദിനത്തിന് മുൻപായി വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും സ്ഫോടന പരമ്പരകളും ആസൂത്രണം ചെയ്യാറുണ്ട്. ദില്ലിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന സൈനിക പരേഡ് ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായതിനാൽ ആഗോളതലത്തിൽ വാർത്താ പ്രാധാന്യം നേടാൻ ഭീകരർ ഈ സമയം തിരഞ്ഞെടുക്കുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ത്യ കർശനമാക്കിയിട്ടുണ്ട്. ഇത്തവണയും ഭാരതത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അട്ടിമറിക്കുവാൻ വിദേശ ശക്തികളുടെ സഹായത്തോടെ ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായി ഇൻ്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജനുവരി 26 ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ 2 അലേർട്ടുകളാണ് കേന്ദ്ര ഏജൻസികൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആഗോള ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെയും ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുടെയും നീക്കങ്ങൾ മുൻനിർത്തി രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരർ അതിർത്തി കടന്ന് തലസ്ഥാന നഗരിയായ ദില്ലിയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുന്നതായാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ഫോടക വസ്തുക്കളുമായി എത്തുന്ന ഈ തീവ്രവാദികൾ ദില്ലിയിലെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചേക്കാം എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശ് പൗരന്മാരെയും അവരുടെ യാത്രകളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ കേന്ദ്ര ഏജൻസികൾ അതിർത്തി രക്ഷാ സേനയ്ക്കും പോലീസ് വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് നടന്ന ഉന്നതതല യോഗത്തിൽ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ഏത് സാഹചര്യത്തെ നേരിടുവാൻ സൈന്യത്തെയും പോലീസിനെയും സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഭീഷണി നിലനിൽക്കുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത സംഘടനയിൽ നിന്നാണ്. ഈ സംഘടനയുടെ തലവൻ ഗുർപത്വന്ത് സിംഗ് പൻവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ദില്ലി, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം തകർക്കുവാനാണ് ഈ വിഭാഗത്തിൻ്റെ ലക്ഷ്യം. റിപ്പബ്ലിക് ദിനത്തിൽ കറുത്ത കൊടികൾ ഉയർത്തുവാനും ഖലിസ്ഥാൻ അനുകൂല പോസ്റ്ററുകൾ പതിപ്പിക്കുവാനും ഇവർക്ക് പദ്ധതിയുണ്ട്. പഞ്ചാബിലെ റെയിൽവേ ട്രാക്കുകൾ അട്ടിമറിക്കുവാനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അംബേദ്കർ പ്രതിമകൾ വികൃതമാക്കുവാനും തീവ്രവാദി ഗ്രൂപ്പുകൾ നീക്കം നടത്തുന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്നവരെ നിരീക്ഷിച്ചു വരികയാണ്. ദില്ലി വിമാനത്താവളം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിലും നാഷണൽ ക്യാപിറ്റൽ റീജിയണിലും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങൾക്കിടയിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡ്രോൺ നിരീക്ഷണവും വാഹന പരിശോധനയും ശക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി സംസ്ഥാന പോലീസ് സേനകളും കേന്ദ്ര ഏജൻസികളും പരസ്പരം ഏകോപിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വെല്ലുവിളിക്കാനുള്ള ഭീകരരുടെ ഏതൊരു നീക്കത്തെയും ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് നേരിടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നിരുന്നാലും ഈ ഭീഷണികളെ എല്ലാം അതിജീവിച്ച് എല്ലാ വർഷത്തെയും പോലെ റിപ്പബ്ലിക് ദിനം വിജയകരമായി ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും. കര, വ്യോമ, നാവിക സേനകളുടെയും ഇന്റലിജൻസ് ബ്യൂറോ, റോ തുടങ്ങിയ ഏജൻസികളുടെയും സുശക്തമായ ഏകോപനം ഒരു സുരക്ഷാ കവചമായി രാജ്യത്തിന് കാവൽ നിൽക്കുന്നു. വിദേശ രാഷ്ട്രതലവന്മാർ മുഖ്യാതിഥികളായി എത്തുന്ന ഈ ചടങ്ങിൽ ഒരു ചെറിയ വീഴ്ച പോലും സംഭവിക്കാതിരിക്കാൻ ആയിരക്കണക്കിന് CCTV ക്യാമറകളും ആധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇന്ന് തലസ്ഥാനത്ത് സജ്ജമാണ്. ഭീഷണികളുടെ ചരിത്രം എത്ര ഭീകരമായാലും ഭാരതത്തിൻ്റെ ജനാധിപത്യ ബോധം അതിനെ എല്ലാം അതിജീവിക്കുമെന്നതാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നൽകുന്ന സന്ദേശം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.